അങ്ങനെ ബേസിൽ ജോസഫിനെ നായകനാക്കിയിട്ട് ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത ഏറ്റവും ചിത്രമായിട്ടുള്ള പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തി. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് പൊന്മാൻ എന്ന് പേരിട്ട് എന്നുള്ളത് ഈ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകരും ഒരുപോലെ മനസ്സിലാവും. കാരണം പൊന്നിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഗോൾഡിന്റെ പേരിൽ ഈ കല്യാണം കാര്യങ്ങളും മുടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ കുടുംബത്തിനെ സഹായിക്കാൻ വരുന്ന ഒരു ഗോൾഡും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു ഇടനിലക്കാരന്റെ റോളാണ് ബേസിൽ ജോസഫ് ഈ സിനിമയിൽ എത്തുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബേസിൽ ജോസഫിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പൊന്മാൻ എന്ന് പറയുന്ന ഈ സിനിമ എന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. സിനിമയിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സജിൻ ഗോപു. ആവേശം എന്ന സിനിമയിലും അതുപോലെ തന്നെ രോമാഞ്ചം എന്ന സിനിമയിൽ കണ്ട സജിൻ ഗോപു അല്ല, ഈ സിനിമയിൽ വേറൊരു മുഖം, വേറൊരു ഫേസിൽ നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് സജിൻ ഗോപുവിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ നായികയായിട്ടുള്ള ലിജിമോളുടെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ലിജിമോളുടെ അമ്മ, അതുപോലെ തന്നെ അമ്മായിയമ്മ, വന്നു പോകുന്ന എല്ലാവരും അവരുടെ ഭാഗം അതിഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫ്, സജിൻ ഗോപു, അതുപോലെ തന്നെ ലിജിമോള്. ഇവരുടെ ഈ ഒരു ക്യാരക്ടറിൽ വേറെ ആരെ കൊടുത്താലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമയുടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കില്ല. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഓരോ കഥാപാത്രങ്ങളും പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളുടെ പേര് മാത്രം എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. കാരണം വന്നു പോകുന്ന എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവരുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആനന്ദ് ശർമ്മ എന്ന് പറയുന്ന ബ്രോണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളൊക്കെ ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ബേസിൽ ചിത്രം പോലെ ഇതൊരു കോമഡി സിനിമയല്ല, ഇത്തിരി സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. തുടങ്ങുമ്പോൾ തന്നെ സീരിയസിലോട്ട് പോയിട്ട് പിന്നീട് അങ്ങോട്ട് സീരിയസ് മുറുകിയിട്ടാണ് സിനിമ പോകുന്നത്. എന്നിട്ട് പോലും ബേസിൽ ജോസഫിന്റെ ആക്ഷനും കുറച്ച് സംഭാഷണങ്ങളൊക്കെ തിയേറ്ററിൽ ചിരി പടർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബേസിൽ ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. തികച്ചും പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രൊഡ്യൂസർമാരുടെ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് നമ്മുടെ ബേസിൽ ജോസഫ് മാറിയിട്ടുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള പേരും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബേസിൽ ജോസഫിന് ഒരു അടി കരണക്കുട്ടി കിട്ടുന്ന സീനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും അടിച്ചതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു രംഗമായിരുന്നു അത്. കണ്ടിരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയ ഗംഭീരമായിട്ടുള്ള സീൻ തന്നെയായിരുന്നു അത്. ഛായാഗ്രഹണം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ തുരുത്ത്, കടൽ പ്രദേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാരണ കുടുംബത്തിൽ സ്വത്തും മുതലും ജോലിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പാർട്ടിക്ക് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സിനിമ ഒരു നേർവഴി കാണിച്ചു തരുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സിനിമ തീർച്ചയായിട്ടും കാണണം. കാരണം നിങ്ങൾക്ക് പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. തികച്ചും പറയുകയാണെങ്കിൽ ഈ മാസം കണ്ട സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളൊന്നാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. ഓരോ ക്യാരക്ടറും നമ്മളിലൂടെ തന്നെ കണക്ട് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സിനിമ കാണുന്ന പ്രേക്ഷകനെ കണക്ട് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും സിനിമ വലിയൊരു വിജയമായി തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബേസിൽ ജോസഫിന്റെ 8 ലിസ്റ്റിലേക്ക് ഈ സിനിമയുടെ പേരും കൂടി എഴുതി ചേർക്കപ്പെടും. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഭാഗം പോലും നമുക്ക് ബോർ അടിക്കുന്നില്ലെന്നാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇൻട്രോയിൽ ആവുന്നതൊക്കെ നമ്മൾ അറിയുന്നില്ല ഇൻട്രോയിൽ ആയിരുന്നു. കാരണം തുടങ്ങിയിട്ട് ഒരു ഫ്ലോയിലാണ്ട് പോയിട്ട് നേരെ ഇൻട്രോയിൽ ആവുകയാണ്. കാരണം ഒരു ഭാഗം ബോറടിച്ചാലാണ് സിനിമ ലാഗായിട്ട് തോന്നുന്നത്, സിനിമ ലെങ്ത് ആയിട്ട് തോന്നുന്നത്. ഇത് അതൊന്നുമില്ല. ഗംഭീര സിനിമ. കാണേണ്ടവർക്ക് പോയിട്ട് എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാവുന്നതാണ്. സിനിമ കണ്ടവർ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്യുക.